വട്ടിയൂർക്കാവ് വിട്ട് സുരക്ഷിത മണ്ഡലം തേടി കെ മുരളീധരൻ. നേമത്തും ഭാഗ്യപരീക്ഷണത്തിനില്ല. ലീഗ് സീറ്റ് വിട്ടുകൊടുത്താൽ ഗുരുവായൂർ പരിഗണനയിൽ. കൊയിലാണ്ടിയിലും സാധ്യത തേടുന്നു. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായെന്ന് ആവർത്തിച്ച് കാന്തപുരത്തിന്റെ ഓഫീസ്. കേന്ദ്ര സർക്കാർ സ്ഥിരീകരിക്കാത്തതിൽ ആശങ്ക വേണ്ടെന്ന് വിശദീകരണം. മോചനത്തിനായി ചർച്ച തുടരും. അമ്മ പ്രസിഡന്റ് മത്സരത്തിൽ നിന്ന് ജഗദീഷ് പിന്മാറുന്നു. വനിതാ പ്രസിഡന്റ് ഉണ്ടാവാൻ പിന്മാറ്റമെന്ന് ജഗദീഷ്. പീഡനക്കേസിൽ പ്രതിയായിട്ടും മത്സരിക്കുന്ന ബാബുരാജിനെതിരെ എതിർപ്പ് തുടരുന്നു. മാറി നിൽക്കണമെന്ന് വിജയ് ബാബു. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ഇടപെടാമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയെന്ന് അനൂപ് ആന്റണി. UDF പ്രതിനിധി സംഘവും ഛത്തീസ്ഗഡിൽ. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്പോട്ടാണ്. ഓല ഇട്ട് മൂടിയ ഒരു അവസ്ഥയിലായിരുന്നു ഈ സ്പോട്ട് ഉണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ കത്തിച്ച നിലയിലാണ് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ജൈനമ്മ തിരോധാന കേസിൽ ദുരൂഹതയേറുന്നു. ചേർത്തല പള്ളിപ്പുറത്ത് നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടം സ്ഥിരീകരിക്കാൻ DNA പരിശോധന. പിടിയിലായ സെബാസ്റ്റ്യൻ ജൈനമ്മയുടെ ഫോൺ ഉപയോഗിച്ചതായി കണ്ടെത്തി. ബിന്ദു പത്മനാഭനെ കാണാതായതിലും സെബാസ്റ്റ്യൻ പ്രതി.